ഹലോ, ഞാൻ മേരിയ വിളിക്കുന്നത്. എന്താ എന്ത് പറ്റി? ചേട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അതെന്തിനാ? എനിക്കറിയില്ല. ഞാൻ വന്നു. ഒന്ന് വേഗം വാ. മുരുക ഞാൻ പറയുന്ന കേൾക്ക്. മുരുക പറയുന്ന കേൾക്ക്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? രാവിലെ ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ, എന്നിട്ടും പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയേക്കുന്നത്. ഞങ്ങളോടാണ് കളി. തീർത്ത് കളയും പറഞ്ഞേക്കാം. ഇനി എത്ര ദിവസത്തേക്കാണെന്ന് കാണാം. പൈസയ്ക്ക് വേണ്ടി നടക്കുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോ ആരും ഒന്നും ചെയ്തില്ലായിരുന്നു. രാവിലെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നു, അതിനുശേഷമാ കണ്ടത്. എന്ത് ചെയ്യാനാ? എല്ലാം നീ കാരണോ? ചേട്ടാ, ഞാൻ വേണമെങ്കിൽ അകത്ത് കിടന്നോളാം. സാറേ, ഞാൻ അവനെ അടിച്ചത്. എന്നെ പിടിച്ചകത്തിട്. നിക്കുമോനെ, മുരുക അകത്ത് പോയി സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകാം. പണവല്ലേ ജോലി ചെയ്യുന്നത്. പറയുന്നു, ഒന്ന് കേൾക്ക്. വാ ചേട്ടാ, കരയാതിരി. വാ മുരുക, അകത്തോട്ട് പോ. പേടിയാവുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പേടിക്കണ്ട മേരി, ഞാൻ നോക്കിയോളാന്നേ. പേടിക്കാതിരി. ചേട്ടാ വിട്, നമുക്ക് പിന്നെ നോക്കാം. നിനക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ചേട്ടാ ഇത്? ഇതൊക്കെ വലിയൊരു പ്രശ്നമാണോ? കൈ കിട്ടാതിരിക്കില്ല. അപ്പ കാണിച്ചു കൊടുക്കാം. എന്താടാ എന്തിനാടി കരയുന്നേ? ഒത്തിരി അടിച്ചോടാ. എന്തിനാ വെറുതെ? ഒന്നുമില്ല അറിയാം, ചുമ്മാ. പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലേ നിങ്ങൾ? ഒന്നും വേണ്ട. ഇതെങ്ങനെ തീർക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. ആരും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കേറിക്കേ, എല്ലാവരും കേറ്. കാർത്തിക്, നീ അങ്ങോട്ട് അവനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം. എവിടെ പോവാ? പേടിച്ചു പോയല്ലേടാ നീയൊക്കെ? നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചോദിച്ച് നോക്കടാ. അവിടില്ല ഞാൻ ഒരുത്തനെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടാ. വേഗം വാ, കേറ്. പേപ്പർ വെച്ച് പേടിപ്പിച്ചാണ്. എന്താടാ ചെക്കൻ വളർന്ന് വലുതാവും തോന്നുന്നല്ലോ. അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടവന്. എത്ര അടിയടിച്ചിട്ട് അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. അവനെ കൊന്നുകളയാമായിരുന്നില്ലേ? നമ്മളിപ്പോ അവർക്ക് പേടിയൊന്നുമില്ല. അവന്റെ കൂടെ ആൾ ഒരുപാടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുമര അവരെ മിണ്ടാതെ ഇറങ്ങി പോകാൻ നോക്കടാ. എല്ലാം മുരുകൻ കാരണോ? അവനില്ലേലും അവൻ ചങ്കൂറ്റുള്ളവനാ. അവിടെ ഇരിക്കടാ. ഇല്ല സാരമില്ല, ഞാനിവിടെ. അവിടെ ഇരിക്കടാ. ഇത്രയും കാലമായിട്ട് മുരുകൻ എന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ടില്ല. അവനാണ് അവിടത്തെ എല്ലാം. ഒരു ഗ്രൂപ്പിലെ നേതാവിനെ തീർത്താൽ എല്ലാം ചിതറി ഓടിക്കളയും. ഇപ്പൊ ചെയ്യ്. നീ ചോദിച്ച സമയം ഇതാ. എടാ, ആശ തീരുന്നവരും വെട്ട്. അതിനുശേഷം എല്ലാം നീയാടാ. മോനെ, ഇവന്റെ കൂടെ നിന്നെല്ലാം ശരിയാക്കി കൊടുക്ക്. ശരിയച്ചാ. ആരാടാ? ആരുമില്ലല്ലോ. ചുറ്റി വിളക്കല്ലേ? പറയടാ. ആ പെണ്ണ വെച്ച് അറിയാ. ഏത് കാർത്തിക? ഇത് കേട്ടില്ലേ നീ? എന്തോടെ പറയുന്നത്? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് എപ്പോ സ്റ്റാർട്ട് ചെയ്ത ആളിയാ നീ? രാവിലെ പറഞ്ഞതേ. എത്ര സന്തോഷമായി ജീവിച്ചതാ. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എടി, നീ ഒന്ന് മിണ്ടാരിടി. അവന്റെ പ്രേമത്തെ കുറിച്ച് പറയുമ്പോ എന്തിനാ എന്നെ അടിക്കാൻ വരുന്നത്? ഞങ്ങൾ തനിച്ചാക്കിട്ട് പോവാനാണോ തീരുമാനം? നിങ്ങൾ ജോലി ചെയ്താലുണ്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടിക്കാരനും ചോറ് തരില്ല. ഇത് കണ്ടില്ലേ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നൊക്കെ? ഈ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ആരും എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? ആ ചുവരിലിരിക്കുന്ന ആള് ഞങ്ങളുടെ കാര്യം നോക്കൂ. ഞാനെന്തിനാ ഉള്ളത്? നിങ്ങളുടെ കാര്യം നോക്കാൻ ഞാൻ വിടില്ലേ? എന്നിട്ടാ ഇങ്ങനത്തെ നടപ്പ് നടക്കുന്നത്? നിനക്ക് വട്ടാണോ? ഇത്രയും നടന്നിട്ടൊന്നും മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്ത കാര്യം അത്. അടിച്ച് നിന്റെ കൈയും കാലും ഓടിക്കും. അപ്പളെ അടങ്ങിയിരിക്കുള്ളൂ നീ. കാർത്തികേ, അടി പേടിച്ച് ഓടിപ്പോയാലേ ചത്തവർക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ വേറെ ആരാടാ ഉള്ളേ? ചുവര് ഞാൻ ബുക്ക് ചെയ്തിരിക്കുക. അടുത്ത ആഴ്ചക്കുള്ളിൽ ആ ചുവര് വിട്ട് തന്നില്ലെങ്കിൽ അവന്റെ നെഞ്ചും കൂടി ഞാൻ ഇടിച്ച് തകർക്കും. ഇത്രയും കാലം ജീവിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ടടാ. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റും? നീ ഒരിക്കലും നന്നാവത്തില്ല.
എന്താ? വേഗം വീട്ടിലേക്ക് പോ. ഓക്കെ ഓക്കെ മോളെ. ദേ കേട്ടോ, നാളെ ചോര് പിടിച്ചെടുക്കുമ്പോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. ആരും വരാതിരിക്കരുത് കേട്ടോ. ഞാൻ SI സംസാരിച്ചിട്ടുണ്ട്. ഒരു പേപ്പർ അയാൾ തരും, അതാരും പോയി വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അന്നേരം ഉണ്ടാവണം. ശരിയാടാ. ഏതവൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണം. നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണോടാ. നാളത്തെ ദിവസം നമ്മുടെ ദിവസാ. നമ്മൾ ജയിക്കോളിയാ, എല്ലാം റെഡിയാ. നാളെ അവന്മാരെ എടുത്തിട്ടിടിക്കാം. ശരിയളിയാ, ആരും ഏരിയ വിട്ട് പുറത്തു പോകണ്ട. നാളത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്ന് മാറ്റി വെക്ക് കേട്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെടാ. ഓക്കെ, നന്ദി വിട്ടോ. ആദ്യം നീ പോവാൻ നോക്ക്. ഒന്ന് വെച്ച് തന്നാണ്ടല്ലോ. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? നമ്മുടെ മച്ചു അവനോട് സംസാരിച്ചിട്ട് ഞാൻ പിന്നെ പൊക്കോളാം. നിങ്ങൾ പൊക്കോ. ശരിയെന്നാ വിട്ടോടാ. ശരിടാ. ആ, ഓക്കെ. ശരി. ബൈ ബൈ. ഓക്കെടാ ബൈ. എന്താടാ, ടെൻഷനാണോ? പോട്ടടാ, എല്ലാം ശരിയായിട്ട് നടക്കും. പ്ലാൻ എല്ലാം കറക്റ്റ് അല്ലേ? പിന്നെന്താ? ചുവര് മാത്രം പിടിച്ചെടുത്താൽ മതി അല്ലയാ. എന്താടാ അങ്ങനെ ചെയ്താ എല്ലാം സാധിച്ചെന്നാണോ നിന്റെ വിചാരം? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാ നീ? ഇതെല്ലാം വലിയ സിറ്റിയാക്കി മാറ്റാൻ പോവാണോ നീ? നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ ഇങ്ങനെ ആകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മളെ മാറാൻ സമ്മതിക്കില്ല. ഇവിടെ ഉള്ളവരുണ്ടല്ലോ, മലയാളം സംസാരിക്കുന്നവര്, ജാതിയും മതം എന്ന് പറഞ്ഞ ഉടനെ കത്തിയെടുത്തോണ്ടിറങ്ങും. പിന്നെ എന്തിനാടാ? ഓടാ, പോയി വീട്ടിലുള്ളവരുടെ കാര്യം നോക്ക്. എന്താടാ ഇതിന്റെ അകത്ത് ചിരിക്കാൻ എന്താ ഉള്ളെ? നമ്മുടെ ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടായാ അതിൽ ഇടപെടില്ലെന്നാ നീ പറയുന്നത്? ഓടാ, അവന്റെ ഒരു ഡയലോഗി. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അയാൾ ഈ നാടിന് വേണ്ടി എന്താ ചെയ്തേ? പിന്നെ നിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് കാശ് കിട്ടിയാൽ നീ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവും. ഇത് എന്റെ മണ്ണാ, ഞാൻ ഇറങ്ങി മുമ്പിൽ നിൽക്കും. എന്താടാ, ഞാനും ഇതിൽ തന്നെ നിൽക്കാനാ പോകുന്നത്. ഇതിൽ ഇറങ്ങുന്നൊന്നും അല്ല പ്രധാനം മച്ചു, എന്ത് നടക്കുന്നു എന്നുള്ളതാ പ്രധാനം. നോക്ക് മച്ചു, നിന്റെ ദേഷ്യം, നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് എല്ലാം നല്ലത് തന്നെയാ. പക്ഷെ നന്നായി ആലോചിച്ച് സ്വയമായിട്ട് ചെയ്യണം. ഇതുപോലെ ചുമരന്റെ വിഷയത്തിനൊക്കെ മനസ്സിലായോ? ഈ രാത്രി അങ്ങോട്ടാ. ഓ, നാളെ ഡാൻസ് കോമ്പറ്റീഷൻ. ആഹാ, കൊള്ളാലോ, അടിച്ച് തകർത്തോണം കേട്ടോ. എന്താ മച്ചു ഇങ്ങനെ പറയുന്നേ? ഇപ്പോഴാടെ ജീവിതം ഒന്ന് സന്തോഷമായത്. ഇതുപോലൊരു ജീവിതം താമസിച്ചു പോയതോർക്കുമ്പോൾ ദേഷ്യം വരുമോ എനിക്ക്? എന്റെ അമ്മ ഒരു പെണ്ണിനെ കാണിച്ചു തന്നിട്ട് കെട്ടാൻ പറഞ്ഞാലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ്, എല്ലാം നീ കാരണ മച്ചു. നീ സൂപ്പറാണ് മച്ചു. ഇപ്പൊ നീ കെട്ടിപ്പിടിക്കും. കല്യാണം കഴിയുമ്പോ എന്റെ ചെവിക്കലിന് അടിക്കണ. എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ലടാ അവള്. അവള് നല്ല പെണ്ണാടാ. ആണോ മച്ചു? പറയടാ. ഈ കല്യാണത്തിന് മുമ്പ് അതൊക്കെ നടക്കുന്നതല്ലേടാ? അതൊക്കെ തെറ്റാണോ മച്ചു? എടാ എന്തിനാ ചിരിക്കുന്നത് നീ? ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. എടാ ഞാനല്ലടാ, പൊതുവായിട്ട് എല്ലാരും. കല്യാണത്തിന് മുമ്പ് തോന്നിയ കാണിച്ചാലേ എന്തുവാടാ ചെയ്തേ നീ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മച്ചു. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ലടാ, ചെറുതായിട്ടൊരു ഉമ്മ മാത്രം. എടാ വിടറാ, നീ പറയുന്നൊന്ന് കേൾക്കണം. ഇതൊക്കെ തെറ്റാണ്. അതൊന്നും തെറ്റല്ല, നീ വിട്ടേര്, വിഷമിക്കണ്ട. അതെല്ലാം തെറ്റാ, മിണ്ടാതിരിക്കടാ. അവള് വിളിക്കുന്ന കണ്ടില്ലടാ. ശരി, ഞാൻ പോവാ. സംസാരിക്കടാ. എടാ വേണ്ടടാ മച്ചു, അപ്പൊ തന്നെ എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞ. ഇവിടെ ഇരിക്കുന്ന കണ്ട എന്നെ തല്ലി. എന്തിനാളിയാ നീ ഇപ്പോഴേ പേടിക്കുന്നേ? എടാ ചുമ്മാ എന്താ എടാ, നീ എവിടെ നിക്കേ? എന്ത് ഇത്ര ധൃതി? എടാ ഇവിടെങ്ങും ആരുമില്ല, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നീ വാ, നമുക്ക് പോവാ. കാർത്തികേ, നിക്കടാ, വലിക്കാതെ. കല്യാണത്തിന് മുമ്പേ അവന്റെ ഒരു പേടി കണ്ടില്ലേ? പേടിയൊന്നും ഇല്ലടാ,